ഇല്ല, പത്രിക തള്ളിയില്ല എന്നോട് നിൽക്കട്ടെ. ഇറ്റ് ഈസ് അണ്ടർ പെൻഡിങ്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള എൻ്റെ പത്രിക സ്വീകരിച്ചു. ചില വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇന്നലെയും മിനിയാന്നും പത്രക്കാരായ നിങ്ങൾ ചോദിച്ചപ്പോൾ വളരെ കൃത്യമായി, ഇതാ മനോരമയുടെ ലേഖകൻ ഇവിടെ ഉണ്ട്, അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. മറ്റുള്ളവർ അന്ന് ഇന്നലത്തെ മീറ്റിങ്ങിൽ പ്രസ് മീറ്റിൽ പങ്കെടുക്കാത്തവരുള്ളൂ. അതിൽ വളരെ കൃത്യമായി ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതാണ്. ഞങ്ങൾ 2 പത്രിക കൊടുക്കുന്നുണ്ട്. ഒന്ന് AITCയുടേതാണ് പ്രിഫറൻസ് നൽകുന്നത്. 2 അത് തള്ളിപ്പോവുകയാണെങ്കിൽ മറ്റേത് ഉപയോഗിക്കും. കാരണം AITC കേരളത്തിൽ രജിസ്റ്റേർഡ് അല്ല. പക്ഷേ ത്രിപുരയിലും ആസാമിലും രജിസ്റ്റർ ചെയ്യാതെ തന്നെ AITCയുടെ നാഷണൽ കമ്മിറ്റിയുടെ കത്ത് പ്രകാരം അവിടെ ചിഹ്നം നൽകിയിട്ടുണ്ട്. അതൊരു ക്ലാരിഫിക്കേഷൻ വേണ്ട കാര്യമാണ്. ഇപ്പോൾ അത് മാറ്റിവെച്ചിരിക്കുകയാണ്. തള്ളി എന്നാണ് വാർത്ത. AITC കൊടുത്തത് മാറ്റിവെച്ച് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ AITCയുടെ കൽക്കട്ട ഓഫീസിൽ നിന്ന് കൊടുത്ത മെയിൽ ദേശീയ ഇലക്ഷൻ കമ്മീഷനിലേക്ക് അയച്ചു കൊടുത്ത് അതൊരു ക്ലാരിഫിക്കേഷൻ വെയിറ്റ് ചെയ്യണം. അതാണ് ഞാനിവിടെ ഈ RDO ഓഫീസിൻ്റെ മുന്നിൽ ഈ കാറിൽ ഇരിക്കുന്നത്. അപ്പോൾ വസ്തുതകൾ ഇതാണ് സ്ഥിതി. എന്തായിരുന്നാലും സ്വതന്ത്രനായിട്ടുള്ളത് ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ ആക്സെപ്റ്റ് ചെയ്തു. ഇത്രയും ഇതിനെക്കുറിച്ച് ഇപ്പോൾ പറയുന്നത്. മാധ്യമങ്ങളിൽ പോകുന്നത് തെറ്റാണോ? അപ്പോൾ തള്ളി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. മലയാളം എല്ലാവർക്കും മനസ്സിലാക്കി. ക്ലിയർ.